അനിൽ ആന്റണിയൊക്കെ രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശകളാണ്. തമാശയാണ്, വെറും തമാശയില്ല, ഗതികെട്ട തമാശകളാണ്. ആ തമാശയെ ഓർത്ത് AK ആന്റണിക്കുള്ള ദുഃഖം എന്താണെന്നും നമ്മൾ ഇന്നലെ കണ്ടു, ഇനിയും ചിലപ്പോൾ കണ്ടേക്കാം. ആശയപരമായി തന്നെ ഇപ്പോഴേ അവർ BJP-ക്കാരാണ്. RSS BJP രാഷ്ട്രീയം പറയാൻ ഇപ്പോഴേ ഇത്രയും വാശിയുള്ള ഇത്തരം മാന്യന്മാർ അഥവാ എങ്ങാനും ഇവിടെ എത്തിപ്പോയാൽ സ്ഥിതി എന്താ? പഴയ ചൊല്ലുണ്ട്, നമ്മളെല്ലാം പഠിച്ചതാണ്. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണമോ എന്നാണ് ചോദ്യം. പഴയ പദ്യത്തിലെ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണമോ? നിലത്ത് വെച്ചാൽ മതി, ഇവിടെ വെച്ചാൽ മതി, വെണ്ണ നെയ്യാകും. അതുപോലെ ഇവരൊക്കെ വെണ്ണയാണ്. BJP-ക്ക് വേണ്ടി നെയ്യാകാൻ കാത്തിരിക്കുന്ന വെണ്ണയാണ് ഇത്തരം കോൺഗ്രസ്സുകാർ. അവരാണ് കോൺഗ്രസിൻ്റെ പുതിയ മുഖം. അതുകൊണ്ട് കോൺഗ്രസ് അകപ്പെട്ട ഈ അഗാധമായിട്ടുള്ള ആശയ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി, അതിന് പരിഹാരം കാണാൻ കുതിക്കുന്ന ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ട്. നെഹ്റുവിനെ മറക്കാത്ത, ഗാന്ധിജിയെ ഓർക്കുന്ന ആ കോൺഗ്രസ്സുകാർ, അവരിൽ പലരും ഇത്തവണ വോട്ട് ചെയ്യുക ഈ പക്ഷത്തായിരിക്കും, ഇടതുപക്ഷത്തായിരിക്കും. അവർക്ക് ആശങ്കയുണ്ട്. BJP-യെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം കൊടി മാറ്റിവെച്ച പാർട്ടിയാണ് കോൺഗ്രസ്. BJP-യെ ഭയപ്പെട്ടുകൊണ്ട് ലീഗിനോടും പറഞ്ഞു കൊടി പിടിക്കല്ലേ എന്ന് പറഞ്ഞു ഈ കോൺഗ്രസ്. കൊടി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ആത്മാവാണ്, ജീവൻ്റെ ജീവനാണ്. ഈ കൊടിക്ക് വേണ്ടിയാണ് ആയിരങ്ങൾ പണ്ട് ആത്മഹത്യ ചെയ്തത്, സ്വയം രക്തസാക്ഷിത്വം വഹിച്ചത്. അതിൻ്റെ മാനം കാക്കാൻ വേണ്ടിയാണ് പോരാടിയത്. ബ്രിട്ടീഷ് പട്ടാളം അടിച്ചപ്പോഴും വെടിവെച്ചപ്പോഴും ആ കൊടിയെ ചേർത്ത് പിടിച്ചു പഴയ കോൺഗ്രസ്സുകാർ. കോഴിക്കോട്ടെ കടപ്പുറത്ത് ഉപ്പ് കുറക്കാൻ പോയപ്പോൾ ആ കൊടിക്ക് വേണ്ടിയാണ് അബ്ദുറഹ്മാൻ സാഹിബും K കേളപ്പനും സഖാവ് P കൃഷ്ണപിള്ളയും ആ കൊടിക്ക് വേണ്ടിയാണ് മർദ്ദനമേറ്റത്. അതാണ് കോൺഗ്രസ് കൊടി. ആ കൊടി പിടിക്കാൻ പുത്തൻ കോൺഗ്രസിന് പേടിയാണ്. പുത്തൻ കോൺഗ്രസ് ആ കൊടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത് BJP-ക്ക് വേണ്ടിയാണ്. പുത്തൻ കോൺഗ്രസ് അതുകൊണ്ട് പറഞ്ഞു, ലീഗുകാരെ നിങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് പുതിയ കോൺഗ്രസ്. ആ കോൺഗ്രസ്സാണ് ഇവിടെ പൈവളികയിൽ BJP കൊണ്ട് കൈവക്കിയത്. ആ കോൺഗ്രസ്സാണ് BJP-യോട് പറഞ്ഞത് നിങ്ങൾ കൈവക്കാൻ.